നമസ്കാരം. കാട്ടിൽ വേട്ടയാടാനായി പോയതായിരുന്നു. അതിനിടെ രാത്രി ഭക്ഷണമുണ്ടാക്കി സുഹൃത്തുക്കളോടൊപ്പം ആഘോഷിച്ചു. ഇടയ്ക്കൊന്ന് കാലിൽ പൊള്ളലേറ്റു. അത് കാര്യമാക്കിയില്ല. പക്ഷേ പിന്നീട് യുവാവിന് തന്റെ 2 കാലുകളും നഷ്ടമായി. യുഎസിലെ കോളറാഡോ സ്വദേശിയായ 40-കാരന്റെ കാലുകൾ പൊള്ളലേറ്റതിനെ തുടർന്നുണ്ടായ അണുബാധ മൂലം മുറിച്ചു മാറ്റി. പൊള്ളലിൽ നിന്നും അണുബാധ കാലുകളെ ബാധിക്കുകയും പഴുക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് യുവാവിന്റെ കാലുകൾ മുറിച്ചു മാറ്റിയത്. 2024 ഡിസംബറിൽ മാക്സ് ആസ്ട്രോങ്ങും സുഹൃത്തുക്കളും കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോയതിന് പിന്നാലെയാണ് സംഭവങ്ങളുടെ തുടക്കം. കാട്ടിൽ വെച്ച് വേട്ടയാടലും പാസ്ത പാചകം ചെയ്യലും ഒക്കെയായി ആഘോഷമായിരുന്നു. ഇതിനിടെ അടുപ്പത്തിരുന്ന പാത്രത്തിൽ നിന്നും മാക്സ് ആസ്ട്രോങ്ങിന് പൊള്ളലേറ്റു. ആഘോഷത്തിന്റെ ഭാഗമായി മാക്സ് ആദ്യം അത് കാര്യമാക്കിയില്ല. സംഘാംഗങ്ങൾ ആഘോഷങ്ങൾ തുടർന്നു. എന്നാൽ 2 ദിവസങ്ങൾക്ക് ശേഷം കാലിൽ പഴുപ്പ് കണ്ടു. പിറ്റേന്ന് കാൽ നഖങ്ങളിൽ ചെറിയ നിറവ്യത്യാസവും. മാക്സ് ആശുപത്രിയിലെത്തി. കാലിൽ സ്ട്രെപ്പ് എ ബാക്ടീരിയ ബാധിച്ചിരിക്കുന്നതായി ഡോക്ടർമാർ മാക്സിനെ അറിയിച്ചു. ഒപ്പം അത് ഭേദമാക്കാതിരുന്നാൽ മരണം വരെ സംഭവിക്കാമെന്നും ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞു. ഈ സമയമാകുമ്പോഴേക്കും കാലിലെ വ്രണം പഴുത്തു തുടങ്ങിയിരുന്നു. പിന്നാലെ മാക്സ് കോമയിലായി. ഏതാണ്ട് 6 ദിവസത്തോളം മാക്സ് കോമയിൽ കിടന്നു. ബോധം വന്നപ്പോഴേക്കും കാലുകൾക്ക് കറുപ്പ് ബാധിച്ചു തുടങ്ങിയിരുന്നു. മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു പോംവഴികളില്ലെന്ന് ഡോക്ടർമാർ വിധിച്ചു. 3 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്കൊടുവിൽ മാക്സിന്റെ 2 കാലുകളും മുറിച്ചു നീക്കി. 3 ആഴ്ചകൾക്ക് ശേഷം ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് മാക്സ് വീൽ ചെയർ ഉപയോഗിക്കാൻ പഠിച്ചു. സുഹൃത്തുക്കളോടൊത്തുള്ള ഒരു വേട്ടയാടലായിരുന്നു അത്. പാത്രം തെറ്റായി പിടിച്ചപ്പോൾ കാൽ പൊള്ളുന്നതായി തോന്നിയിരുന്നു. പക്ഷേ അപ്പോൾ അത് കാര്യമാക്കിയില്ല. അന്ന് രാത്രി തിരിച്ചു പോകുന്നതിന് മുമ്പായി പൊള്ളിയ തള്ളവിരലുകൾ കഴുകി വൃത്തിയാക്കി ബാൻഡേജ് ചെയ്തിരുന്നു. പിന്നെ 1-2 ദിവസത്തേക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അത് ഇത്രയും വലിയൊരു ദുരന്തമാകുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നും മാക്സ് പറഞ്ഞു. ബോധം വന്നപ്പോഴും കാലുകൾ അവിടെ ഉണ്ടെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ 2 കാലും മുറിച്ചു മാറ്റിയെന്ന് നേഴ്സ് പറഞ്ഞെന്നും മാക്സ് കൂട്ടിച്ചേർത്തു.